ഹലോ, നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മഹാലക്ഷ്മി അമ്പലത്തിൽ പോവുകയും ആ അമ്മയെ, ദിവ്യയായ അമ്മയെ കാണുകയും മഹാലക്ഷ്മിയുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ മഹാലക്ഷ്മി അമ്മയോട് പറയണമെന്നുള്ള സന്തോഷത്തോടു കൂടി അടുത്തോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ആ അമ്മ മഹാലക്ഷ്മി എന്താണോ തന്നോട് പറയാൻ ഉദ്ദേശിച്ചത് ആ കാര്യങ്ങളൊക്കെ ആ അമ്മ അങ്ങോട്ട് മഹാലക്ഷ്മിയോട് പറയണം. ഇതെന്ത് അതിശയമാണ് സംഭവിക്കുന്നതെന്ന് മഹാലക്ഷ്മിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ മഹാലക്ഷ്മിയോട് അമ്മ പല കാര്യങ്ങളും പറയുന്നുണ്ട്. മോളുടെ മുഖത്ത് വല്ലാത്തൊരു വിഷമമുണ്ടല്ലോ, എന്താണ്, അനിയത്തിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടതാണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ മഹാലക്ഷ്മി അമ്പരന്ന് പോവാണ്. ഇതൊക്കെ എങ്ങനെ അമ്മ അറിഞ്ഞു എന്നുള്ളത്. അപ്പം അന്ന് നടന്ന സംഭവങ്ങളെല്ലാം അമ്മ മഹാലക്ഷ്മിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന് അഥവാ ഒരു പക്ഷേ ആ വിഷം മോളാണ് കഴിച്ചിരുന്നു എങ്കിൽ ഇന്ന് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ മോൾക്ക് കഴിയില്ലായിരുന്നു. തൻ്റെ അനിയത്തിയും മുത്തശ്ശിയും കൂടെ ചേർന്ന് ചെയ്ത ആ കൊടും ക്രൂരതയുടെ ഫലമാണ് ഇന്ന് ആ കുഞ്ഞ് നഷ്ടപ്പെട്ട് തൻ്റെ അനിയത്തി അങ്ങനെ കിടക്കുന്നതെന്ന് അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് അമ്പരന്ന് നിൽക്കുകയാണ് നമ്മുടെ മഹാലക്ഷ്മി. അപ്പോൾ പറയുന്നുണ്ട്, മോളെ കൂടെ ഈ രീതിയിലുള്ള കൊടും ക്രൂരതകൾ ചെയ്താലും മോളെ കാക്കാൻ ഞാനുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി ആ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ, അപ്പോൾ അന്ന് ആ ഒരു സന്യാസി പോലെ ഒരാൾ വന്നത് അമ്മ പറഞ്ഞിട്ടാണോ എന്ന്. അപ്പോൾ ആ അമ്മ പറയുന്നുണ്ട്, അതേ മോളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ ആ പായസം മോളും കണ്ണനും കൂടെ കുടിക്കത്തില്ലായിരുന്നോ എന്നിങ്ങനെ ആ അമ്മ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് മഹാലക്ഷ്മി പൊട്ടിക്കരയാണ്. കാരണം അവൾ എൻ്റെ സ്വന്തം അനിയത്തിയാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ എൻ്റെ വയറ്റിലുണ്ടായതല്ലേ. അവളുടെ അച്ഛൻ വേറെ ആണെങ്കിൽ പോലും എൻ്റെ സ്വന്തം ചോരയല്ലേ അവളും. പക്ഷേ ഒരിക്കലും അവൾക്ക് എന്നോട് ഇത്രയും ദേഷ്യം ഒരു വെറുപ്പും ഉണ്ടെങ്കിലും എന്നെ കൊല്ലാനായിട്ട് അവൾ മുതിരുമെന്ന് ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അമ്മേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് മഹാലക്ഷ്മിക്ക് ആകെ മനസ്സിൻ്റെ ഒരു ഇതാവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോൾ ഇനി ഇതൊന്നും ഓർത്ത് നിരാശപ്പെടേണ്ട. അവനവൻ ചെയ്യുന്നതിൻ്റെ ഫലമാണ് ആ കുട്ടിക്ക് കിട്ടിയത്. ഇനി മോൾ അതോർത്ത് വിഷമിക്കേണ്ട. ഇനിയിപ്പോൾ കാർത്തികയൊക്കെ എത്താറായി. കാർത്തിക ദീപം തെളിയുന്നത് പോലെ തന്നെ മോളുടെ വയറ്റിലും ആ പ്രകാശം ഉള്ളിലുണ്ടാവും. കാരണം മോക്കും കണ്ണനും ഒരു കുഞ്ഞ് പിറക്കാൻ പോകാനുള്ള സമയം ആയിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതും കൂടെ കേട്ടപ്പോൾ മഹാലക്ഷ്മിക്ക് ആ ഉള്ളിലുണ്ടായിരുന്ന വിഷമമൊക്കെ ഒന്ന് മാറി വല്ലാത്തൊരു സന്തോഷവും ഇതൊക്കെ തോന്നുകയാണ്. അങ്ങനെ ആ അമ്മ ഇരു കൈകളും കൂപ്പി തൊഴുകയാണ്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന മഹാലക്ഷ്മി വീട്ടിലോട്ട് വന്നപ്പോൾ കണ്ണൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ കണ്ണനോട് കുറച്ച് കാര്യങ്ങൾ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ കണ്ണേട്ടനോട് പറയാനുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എന്താടോ പറഞ്ഞോളൂ. അപ്പം മുഖമൊക്കെ വല്ലാണ്ടിരിക്കുകയാണ് മഹാലക്ഷ്മിയുടെ. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ ആ അമ്മയെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറഞ്ഞു, എന്താ അമ്മ പറഞ്ഞത്, നമുക്ക് കുട്ടികളുണ്ടാകുമെന്ന് പറഞ്ഞോ. അപ്പം മഹാലക്ഷ്മി പറഞ്ഞു, അതേ കണ്ണേട്ട, അത് പറഞ്ഞായിരുന്നു. പക്ഷേ അതിനേക്കാളും സങ്കടമുള്ളൊരു കാര്യം എനിക്ക് കണ്ണേട്ടനോട് പറയാനുണ്ട്. എന്താണെങ്കിലും പറഞ്ഞോളൂ, പറയുക. അപ്പോൾ പറയുന്നുണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം അമ്മയുടെ പിറന്നാളിന് വേണ്ടിയിട്ട് വീട്ടിൽ പോയില്ലേ, ആ പോയ ദിവസം ഈ കരുണയും മുത്തശ്ശിയും അച്ഛനും പ്രതാപനും കൂടെ ചേർന്ന് ചെയ്ത ആ കഥ അമ്മ എന്നോട് പറഞ്ഞു എന്നും ഇന്ന് നമുക്ക് തരാൻ വെച്ചിരുന്ന ആ വിഷം മാറി നമ്മുടെ കരുണ കുടിച്ചതുകൊണ്ടാണ് കരുണയുടെ കുഞ്ഞ് മരിച്ചതെന്നുള്ള കാര്യവും കണ്ണനോട് നമ്മുടെ മഹാലക്ഷ്മി പറയണം. ഇത് കേട്ട് കണ്ണനും ഒന്ന് ഞെട്ടാണ്. അപ്പോൾ ശരിക്കും അന്ന് ഇത് സംഭവിച്ചത് കൊണ്ടാണ്, അല്ലാണ്ട് അവളുടെ ഉള്ളിൽ ഈ വിഷം പോകാൻ എന്താ വഴി, ചുമ്മാതല്ല. നമ്മൾ അന്ന് ചെന്നപ്പോൾ വല്ലാത്തൊരു സ്നേഹം തൻ്റെ അച്ഛനും ആ മുത്തശ്ശിയും കരുണയൊക്കെ കാണിക്കില്ല, എനിക്ക് അപ്പം തന്നെ തോന്നിയതാണ്. എന്നാലും പിന്നെയും നമ്മൾ ഒരു വിശ്വാസവും അമ്മയും നമ്മളോടൊപ്പം ഇരുന്ന് കഴിച്ചു, ആ ഒരു ഇതിൽ നമ്മൾ കഴിച്ചു. കണ്ടോ, അവനവൻ ചെയ്യുന്നതിൻ്റെ ഫലം. ഇതാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും ഇതൊന്നും നന്നാവാൻ പോകുന്നില്ല. അതുമാത്രമല്ല, കണ്ണൻ പറഞ്ഞു, അന്ന് ആ സ്വാമിനി വന്നപ്പോൾ തൻ്റെ അമ്മ പറഞ്ഞില്ലേ, എൻ്റെ മോള് ഗർഭിണിയായിട്ടിരിക്കുകയാണ്, എൻ്റെ മോളെ അനുഗ്രഹിക്കണമെന്ന്. അപ്പോൾ ആ സ്വാമിനി പറഞ്ഞ വാക്കുകൾ ഞാൻ ഇന്നും ഓർക്കണം. ഒരിക്കലും ഞാൻ ഇവളെ അനുഗ്രഹിക്കില്ല, കാരണം ഒരു അമ്മയാകാനുള്ള ഒരു യോഗ്യതയും ഇവൾക്കില്ല എന്ന് ആ സ്വാമിനി പറഞ്ഞത് ഇന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഇത് കിട്ടിയത് ശിക്ഷ കിട്ടിയതിൽ ഒരു തെറ്റുമില്ല എന്ന് കണ്ണൻ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഓർത്ത് നമ്മുടെ മഹാലക്ഷ്മി കരയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ സാഗറിനെയും മഞ്ജുവിനെയും കാണിക്കുകയാണ്. അപ്പോൾ സാഗർ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയെങ്കിലും തോമസ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, ഇനിയിപ്പോൾ ആ കേസ് തെളിഞ്ഞ് വന്ന് നമ്മുടെ സാഗർ കുറ്റക്കാരനല്ല എന്നുണ്ടെങ്കിൽ തോമസ് ഡോക്ടറുടെ വണ്ടി വീണ്ടും ഓടിക്കാം എന്നുള്ളതാണ് തോമസ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുവരെ ജീവിക്കാനുള്ള മാർഗത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു പണി വേണ്ടേ. അങ്ങനെ നമ്മുടെ സാഗർ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയിട്ട് അവിടെ സിമൻറ്റും കമ്പിയൊക്കെ ചുമക്കുന്ന ജോലിക്ക് കയറിയായിരുന്നു. അങ്ങനെ സാഗർ ജോലി കഴിഞ്ഞ് വന്ന് കുളിച്ച് ഇറങ്ങിയപ്പോൾ ദേഹം മുഴുവനും
ഇങ്ങനെ തൊലി പൊട്ടിയിരിക്കണം. അപ്പോൾ നമ്മുടെ മഞ്ജു ചോദിക്കുന്നുണ്ട്, സാഗരേട്ട ദേഹം മൊത്തം പൊട്ടിയിട്ടുണ്ടല്ലോ, ഇത് എന്ത് പറ്റിയതാ? അത് കുഴപ്പമില്ല, ഇന്ന് പണിക്ക് പോയിട്ട്. എന്ത് പണിക്ക് സാഗരേട്ട പോയത്? അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഒരു ഇതിൽ ഇങ്ങനെ പോയതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മഞ്ജു കരയാണ്. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, എന്നെ വിവാഹം കഴിച്ചത് കൊണ്ടല്ലേ സാഗരേട്ടന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത്. താൻ എന്തുവാടോ? നമുക്കെപ്പോഴും മാർക്കോരെടുത്തോ അല്ലെങ്കിൽ യൂസഫിനോടും ഒക്കെ നമുക്കെപ്പോഴും അങ്ങനെ അവരെ കൊണ്ടൊക്കെ ഓരോ സാധനം മേടിപ്പിക്കാൻ പറ്റും. എന്തായാലും തോമസ് ഡോക്ടറുടെ ജോലി തിരിച്ച് കിട്ടുന്നവരെ നമുക്ക് തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കണം, അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് മഞ്ജുവിനെ സമാധാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാർക്കോയും അനന്തു വക്കീലും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അനന്തുവിനൊരു കോള് വരികയാണ്. അപ്പോൾ വക്കീൽ പെട്ടെന്ന് കോൾ എടുത്തപ്പോൾ കണ്ണൻ്റെ കോളാണ്. അപ്പോൾ എന്താ കണ്ണാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അനന്തു ഒരു കാര്യം പറയാനുണ്ട്, നീ അറിഞ്ഞില്ലേ, നമ്മുടെ പിന്നെ ഉണ്ണിയുടെ വൈഫ് കരുണ ഇങ്ങനെ ഹോസ്പിറ്റലാണ്, അവളുടെ കുഞ്ഞ് അബോഷനായി പോയി, ഉള്ളിൽ വിഷം ചെന്നിട്ടാണെന്ന് പറയുന്നു. വിഷമോ? അപ്പോൾ അതെങ്ങനെയെന്നൊക്കെ ചോദിച്ചപ്പോൾ കണ്ണൻ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ആ അമ്മയെ ഇങ്ങനെ അമ്പലത്തിൽ വെച്ച് ഇന്ന് മഹാലക്ഷ്മി കണ്ടുവന്നു, ആ അമ്മയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അനന്ത് ചോദിക്കുന്നുണ്ട്, ശരിക്കും കണ്ണ ആ അമ്മ ഒരു ദേവിയാണോ? ഇനി കണ്ണൻ പറയുന്നുണ്ട്, എനിക്കും ഒരു സംശയമില്ലായികയൊന്നുമില്ല. കാരണം അനന്ത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളൊരിക്കൽ ഫോട്ടോ എടുത്തപ്പോൾ ആ അമ്മയുടെ മുഖം മാത്രം ആ ഫോട്ടോയിൽ തെളിഞ്ഞു വരുന്നില്ല. അന്നേ എനിക്ക് എന്തോ ഒരു മനസ്സിനൊരു ഇതായിരുന്നു, ആ അമ്മ എന്തോ ദിവ്യശക്തിയുള്ള ആളാണ് എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട്, ഇപ്പോൾ അവർ പറഞ്ഞു നടക്കുന്ന പ്രതാപനും മുത്തശ്ശിയൊക്കെ പറയുന്നത് എന്നാന്ന് വെച്ചാൽ മഹാലക്ഷ്മി ആണ് വിഷം കൊടുത്തു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സംസാരം, മഹാലക്ഷ്മി അമ്മയും കൂടെ മോഹിനിയും കൂടെ. അപ്പോൾ അനന്ത് പറഞ്ഞു, ഇനി അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പോലീസിൽ നമുക്ക് ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞാൽ മതി, പിന്നെ എന്തായാലും വാ തുറക്കില്ല എന്ന്. കാരണം പോലീസിൻ്റെ കാര്യം പറഞ്ഞാൽ പേടി വരുമല്ലോ, പിന്നെ പ്രതാപനോ മുത്തശ്ശിയോ ഒന്നും വാ തുറക്കില്ല എന്ന് പറഞ്ഞ് അനന്തു കണ്ണനോട് അങ്ങനെ മഹാലക്ഷ്മിയോട് പറഞ്ഞേക്കാനായിട്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇത് ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് മാർക്കോ ചോദിക്കുന്നുണ്ട്, എന്താണ് കണ്ണൻ സാറ് പറഞ്ഞത്? അപ്പോൾ ഇന്നതുപോലെ ഇങ്ങനെ കരുണയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്നും ഇങ്ങനെ വിഷം മഹാലക്ഷ്മിക്കും കണ്ണനും വേണ്ടി കൊടുക്കാൻ വെച്ചത് എന്തോ ഭാഗ്യം കൊണ്ട്, ദൈവാനുഗ്രഹം കൊണ്ട് അത് കരുണ തന്നെ മാറി കുടിച്ചു എന്നൊക്കെ കഥയൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇതൊക്കെ കേട്ടിട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ അതിശയിച്ച് നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ മാർക്കോ അനന്തുവിൻ്റെ അടുത്ത്, അല്ല മാർക്കോ നമ്മുടെ സാഗറിൻ്റെയും മഞ്ജുവിനെ കാണാൻ വേണ്ടി വരികയാണ്. വന്ന സമയത്ത് നമ്മുടെ മഞ്ജുവിനോട് പറയുന്നുണ്ട്, മഞ്ജു നീ അറിഞ്ഞോ വീട്ടിലെ വിശേഷങ്ങളൊക്കെ, നിൻ്റെ കരുണേട്ടത്തിയുടെ വിശേഷമൊക്കെ അറിഞ്ഞോ? അപ്പോൾ മാർക്കോയുടെ അടുത്ത് മഞ്ജു ചോദിക്കുന്നുണ്ട്, ഇല്ല മാർക്കോ ചേട്ടാ, എന്താണ്? നിൻ്റെ കരുണേട്ടത്തിയുടെ കുഞ്ഞ് ഇങ്ങനെ അബോഷനായിപ്പോയി. അപ്പോൾ മഞ്ജു പെട്ടെന്ന് ഷോക്കാവണം, എന്തു പറ്റിയ? അപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ശരിക്കും സത്യമായിട്ടുള്ള കാര്യമാണോ? അതേന്നേ, ഞാൻ അനന്തു സാറിൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ കണ്ണേട്ടൻ നേരിട്ട് വിളിച്ച് കണ്ണേട്ടൻ ഇങ്ങനെ ഫോണിൽ കൂടെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ മഞ്ജു അതിശയിക്കുകയാണ്, ഒരു തെറ്റുമില്ല, അല്ലെങ്കിൽ തന്നെ കരുണേട്ടത്തേക്ക് ഈ കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് കണ്ണേട്ടനെയും മഹിയേട്ടത്തിനെയൊക്കെ ഒരുപാട് ഒരു കൊച്ചാക്കലും ഒരു വർത്താനമൊക്കെ ആയിരുന്നു, അതിന് ദൈവം കൊടുത്ത ശിക്ഷ തന്നെയാണ്, അഹങ്കാരം ഒന്ന് കുറയട്ടെ എന്നും പറഞ്ഞ് മഞ്ജുവും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ മേഘനാഥനും നമ്മുടെ വാമദേവനും കൂടെ പറയുന്നുണ്ട്, കരുണയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നത് ഇനി കരുണ എല്ലാം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ എന്തായാലും കരുണ മഹാലക്ഷ്മിയെ നേരിട്ട് തന്നെ അറ്റാക്ക് ചെയ്യുക വെച്ചാൽ, കാരണം അവളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടത് കരുണ ഒരിക്കലും സഹിക്കില്ല എന്നാണ് നമ്മുടെ മേഘനാഥൻ വാമദേവൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മുടെ വാമദേവൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്നും മോനെ, നീ ഇനിയെങ്കിലും ഒന്ന് അടങ്ങ്, ഈ വക കേസൊക്കെ പോയി പോകുന്നവർക്കെല്ലാം വിനാശമാണ് പറഞ്ഞത്, ജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്ത ദുരന്തങ്ങളാണ് വരുന്നത്, അതുകൊണ്ട് ഇനി മഹാലക്ഷ്മിയും കണ്ണനെ ആക്രമിക്കണം എന്നുള്ള പറച്ചിലൊക്കെ നീ ഒന്ന് നിർത്ത് എന്നിങ്ങനെ വാമദേവൻ പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇന്ന് കാണിക്കുന്ന പ്രൊമോ വീഡിയോസൊക്കെ ഇതാണ്. ഇനിയിപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി സീരിയൽ വരുന്നത് നമ്മുടെ കരുണ കുറേശ്ശെ ആയിട്ട് റിക്കവറായി വരികയും പിന്നീട് കരുണയ്ക്ക് തൻ്റെ തെറ്റ് മനസ്സിലാക്കുകയും പുതിയൊരു ജീവിതത്തിലോട്ട് കരുണ കാൽച്ചുവട് വയ്ക്കുകയും തൻ്റെ അമ്മയും സ്വന്തം ചേട്ടത്തിനെയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത് പിന്നെ പ്രതാപൻ്റെ അടുത്തും മുത്തശ്ശിയോടും വെറുത്തു പോകുന്ന രീതിയിലുള്ള ആ ഒരു സ്വഭാവ രീതിയൊക്കെ വരികയാണ്. അപ്പോൾ എല്ലാം നമുക്ക് അടുത്ത വരുന്ന പ്രൊമോ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും മഹാലക്ഷ്മി
മഹാലക്ഷ്മി ഒരു വൺ ട്വിസ്റ്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മഞ്ജുവിന് സോറി കരുണയ്ക്ക് ഇനിയെങ്കിലും ഒരു പുതിയ ജീവിതത്തിലോട്ടുള്ള കാൽച്ചുവട് വെപ്പ് ഈ ഒരു തെറ്റുകൊണ്ടാവട്ടെ എന്ന് നമുക്ക് കരുതാം. അപ്പോൾ എല്ലാവരും നമ്മുടെ മഹാലക്ഷ്മി സീരിയലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് രേഖപ്പെടുത്തുകയും വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ സുമി മുഭാസ് മനസ്സിൽ എന്ന ഈ ഒരു കുഞ്ഞു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇന്ന് സൺഡേ നല്ലൊരു ഡേ ആവട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. അടുത്ത പ്രൊമോ വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.